സോ വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് എൻ്റെ അടുത്തുള്ളത് ട്രയംഫിൻ്റെ സ്പീഡ് T4 ആണ്. അപ്പോൾ അതിൻ്റെ സ്പെക്കും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യം എൻജിൻ നോക്കുകയാണെങ്കിൽ തന്നെ 398cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ 4 വോൾട്ട് DOHC എഞ്ചിനാണ്. പ്രൊഡ്യൂസസ് ദ മാക്സ് പവർ ഓഫ് 30.6 bhp അറ്റ് 7000 rpm ആൻഡ് 36 Nm ഓഫ് ടോർക്ക് അറ്റ് 5000 rpm. ഈ വണ്ടി 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. വണ്ടിയുടെ ക്ലച്ച് നോക്കുകയാണെങ്കിൽ തന്നെ സൂപ്പർ ക്ലച്ച് ആൻഡ് അസിസ്റ്റ് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ വെയിറ്റ് വരുമ്പോൾ 180 kgs ആണ്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് 790 mm. സീറ്റ് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷോർട്ട് റൈഡേഴ്സിന് സൂട്ടബിൾ ആണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ട് 13 liters ആണ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് വന്നിട്ട് 29 km/L. ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ തന്നെ 135 km/h. 0 to 100 അച്ചീവ് ചെയ്യാനാണെങ്കിൽ അബൌട്ട് 5 seconds ആകും. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഫ്രണ്ടിൽ 1 ton റിയറിൽ 150 സെക്ഷനുമാണ്. 17 inch അലോയ്സ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ 43 mm അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. റിയറിൽ മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. അത് പ്രീലോഡും അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. സ്പീഡ് T4ൻ്റെ സ്റ്റൈലിംഗ് വന്നിട്ട് കഫേ റേസർ മോഡലാണ്. സ്ട്രീറ്റ് ഫൈറ്റർ മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് റൈഡ്സും സിറ്റി റൈഡ്സിനും വളരെ കംഫർട്ടായിരിക്കും. ഇതൊരു റെട്രോ ലുക്കിംഗ് മോട്ടോർ സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ മിറേഴ്സും മീറ്റർ കൺസോളും എല്ലാം റൗണ്ട് ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയിൽ വരുന്ന എഞ്ചിൻ ബജാജ് ആയിട്ടുള്ള ഒരു കൊളാബറേഷനിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. വണ്ടിയുടെ കോപ്പറ്റ് വ്യൂ ഒക്കെ കാണാൻ അപാര ലുക്കാണ്. പെട്രോൾ ക്യാപ്പിൻ്റെ പൊസിഷൻ റൈറ്റ് സൈഡിലോട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് കിടിലായിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഷോറൂം പ്രൈസ് വരുമ്പോൾ 1.99 ആണ്. നമുക്കിനി ചെറിയൊരു കമ്പാരിസൺ നോക്കാം. ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ സ്പീഡ് 400ഉം ഈ വണ്ടിയും സ്പീഡ് T4. നമുക്ക് മെയിനായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. സ്പീഡ് 400 വരുമ്പോൾ 39.5 bhp ആണ് പവർ. പക്ഷേ സ്പീഡ് T4 വരുമ്പോൾ 30.6 bhp ആണ്. ഏകദേശം 10 bhp കുറവാണ് സ്പീഡ് T4ന്. പിന്നെ ഇതിൻ്റെ ടോർക്കിന് വലിയ വ്യത്യാസമൊന്നുമില്ല. സ്പീഡ് 400ന് 37ഉം സ്പീഡ് T4ന് 36ഉമാണ്. രണ്ട് വണ്ടിക്കും സെയിം മീറ്റർ കൺസോളാണ്. സെമി ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വരുന്നത്. രണ്ട് വണ്ടിക്കും USB ചാർജിങ്ങും അവൈലബിൾ ആണ്. സ്പീഡ് 400ന് റൈഡ് ബൈ വയർ ടെക്നോളജിയാണ് വരുന്നത്. പക്ഷേ സ്പീഡ് T4ന് നോർമൽ ആക്സിലേറ്റർ കേബിളാണ് വരുന്നത്. രണ്ട് വണ്ടിയും ഓടിക്കാനൊക്കെ ഒരുപോലെയാണ് ഉള്ളത്. റൈഡിങ്ങിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കുക. കാരണം അത്രയും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയല്ല ഇത്. കുറച്ച് പവർ കൂടിയ വണ്ടി തന്നെയാണ്. മിനിമം 200cc ഒക്കെ ഓടിച്ച് ഒന്നറിയാവുന്നവർ മാത്രം ഈ വണ്ടി എടുക്കാൻ ശ്രമിക്കുക. ഞാനിന്ന് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തിരിക്കുന്നത് കൈമനം ട്രയംഫിൽ നിന്നാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ കോൺടാക്ട് നമ്പരും മറ്റു ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ഇറ്റ്സ് മീ റവ്ലർ. ബൈ.